ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതൾ ഒറോട്ടി എന്നാണ് കേട്ടോ ഇത് പറയുന്നത്. പേര് പോലെ തന്നെ ഇതേപോലെ നല്ല ഇതളായിട്ട് തന്നെ ഉണ്ടാവാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് എണ്ണയിൽ പൊരിക്കോ ഒന്നും തന്നെ വേണ്ട, ആവിയിൽ വേവിക്കുന്നതായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പിയാണ്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ചെമ്മീൻ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ഇതള റൊട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അരി കുതിർത്ത് വെക്കണം. അപ്പോൾ കായമ്മ അരിയാണ് എടുക്കേണ്ടത്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന കായമ്മ അരിയില്ലേ, ജീരകശാല അരി, അതാണ് എടുക്കേണ്ടത്. അത് ഞാനിപ്പോൾ 1.5 കപ്പ് കായമ്മ അരി എടുത്തിട്ടുണ്ട്. അരി നന്നായി കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചിരകിയ തേങ്ങ വാങ്ങിക്കുന്നത് കൊണ്ട് 1.5 കപ്പിന് അടുത്തായിട്ട് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങേൻ്റെ ആണെങ്കിൽ ഒരു മീഡിയം സൈസ് തേങ്ങ ഫുള്ളായിട്ടും എടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും വേണ്ട, ഒറ്റൊരു ഇതിൽ പാലെടുത്താൽ മതിയേ. അപ്പം അധികം ലൂസായിട്ടല്ല, കുറച്ചൊന്ന് കട്ടിയിൽ വേണം പാലെടുക്കാൻ വേണ്ടിയിട്ട്. 3-4 മണിക്കൂറിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഒന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ബാച്ചാക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം അരി ഇട്ട് പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ 1.5 കപ്പ് അരിക്ക് 3 ടേബിൾ സ്പൂൺ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ മട്ട അരീൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് അരീൻ്റെ ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി. ഇനി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലില്ലേ, ആ ഒരു തേങ്ങാപ്പാലിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് ലൂസാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പം വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാലിൽ വേണം അത് ലൂസാക്കിയിട്ട് എടുക്കാൻ. ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എത്രത്തോളം ലൂസാക്കാൻ പറ്റുന്നോ അത്രയും നമുക്ക് തിന്നായിട്ട് ആ ഒരു ഇതള റൊട്ടി ഉണ്ടാക്കാൻ പറ്റും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു ലൂസിൽ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ലൂസായിട്ടാണ് ഉണ്ടാവാൻ. ഇതൊട്ടും തന്നെ റെസ്റ്റൊന്നും ചെയ്യേണ്ട, അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അതിനായിട്ട് ആവിച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. നമ്മളെ കിണ്ണമില്ല, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ. നമ്മളെ ബേക്കിംഗ് ട്രേയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഗീ ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ലൂസിൽ വേണേൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല, തേങ്ങാപ്പാലിൽ വേണം ലൂസാക്കിയിട്ട് എടുക്കാൻ കേട്ടോ. ഇനി അത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. നന്നായി അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കണേ. ഇനി അതിലേക്ക് കുറച്ചും കൂടി നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബ്രഷിലേക്ക് ആ ഒരു മാവ് വരില്ല. അപ്പോൾ ഇങ്ങനെ ബ്രഷിലേക്ക് മാവൊന്നും വരുന്നില്ല. ഈ ഒരു ഇതിലെത്തുമ്പോൾ പിന്നെയും വീണ്ടും നമുക്ക് നന്നായിട്ട് ആ ഒരു മാവ് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലോട്ടേക്ക് ആ ഒരു അരിയൊക്കെ പോയി നിൽക്കാനുണ്ട്. അപ്പോൾ ആ ഒരു മാവ് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു തവിയും കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇങ്ങനെ ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു ഇതള റൊട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. ആവിച്ചെമ്പിലല്ലാതെ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റിങ്ങും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ പ്ലേറ്റോ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു പരന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എടുത്തിട്ടുള്ള പ്ലേറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് 1-2 തവി ആ ഒരു മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ലൂസാണ് വേണ്ടത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ ആവിച്ചെമ്പിലാണെങ്കിലും വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വെള്ളം വെക്കണേ, അല്ലെങ്കിൽ ലാസ്റ്റ് തൊട്ടെത്തുമ്പം അത് പാത്രം കരിഞ്ഞു പോകും. മാവ് ഒഴിച്ചതിന് ശേഷം 1-2 മിനിറ്റ് നന്നായി അടച്ച് വേവിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണേ ഗീ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വിട്ടിട്ട് കിട്ടില്ല. വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഗീയും
ആ ഒരു കയമാരീൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വേവിക്കാൻ വെച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ലെയർ ആക്കിയിട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ ഇവിടെ കുക്കായിട്ടുണ്ട്. 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ തന്നെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാനിവിടെ 1.5 തവീൻ്റെ അടുത്തായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം. അപ്പോഴൊക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2.25 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണിലും കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള ഒരു 1/4 കപ്പിലും കൂടുതലായിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൽ നിന്നൊന്ന് കുതിർത്ത് വെക്കാം. പിന്നെ എരിവിൻ്റെ അളവ് നിങ്ങളെ മുളക് പൊടീൻ്റെ ഇത് അനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. മൺചട്ടി സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിൽ 2 ടേബിൾ സ്പൂൺ അടുത്തായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഞാൻ സാധാരണയായിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ആ ഒരു ടൈമിൽ ഈ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ നന്നായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്, മൺചട്ടി ആയതുകൊണ്ട് തന്നെ. അപ്പം വീഡിയോ നല്ല ക്ലിയറായി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ആദ്യം ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഞാൻ കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചെടുക്കാറാണ് സാധാരണയായിട്ട് ഉണ്ടാക്കുമ്പോൾ. ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ടെടുക്കുക. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ടെടുക്കുക. ഞാനിവിടെ ഒരു വലിയ തക്കാളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നന്നായി സോഫ്റ്റായി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൽ നിന്ന് വഴറ്റിയെടുക്കണം. ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വഴറ്റിയെടുത്താലില്ല ആ കറി പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഒരു 2-3 മിനിറ്റ് തക്കാളിയും ആ ഒരു ചെമ്മീനൊക്കെ മൺചട്ടിയിൽ നിന്ന് വഴറ്റിയെടുക്കണേ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പുളിവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയൊക്കെ അല്ലേ, അതോടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇത് തിളപ്പിച്ചിട്ടെടുക്കാം. തിളച്ച് വരുന്ന ടൈമിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് പുളീൻ്റെ കുറവുള്ളത് കൊണ്ട് കുറച്ചും കൂടി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. കറി ഉണ്ടാക്കുന്ന ഇടയ്ക്കായിട്ട് ഇതാ ഇങ്ങനെ നമ്മുടെ ഇതുള്ള റൊട്ടിയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ടുള്ള ലെയറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആവിച്ചെമ്പിൽ വെച്ചിട്ടുള്ള അതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. എത്ര ലെയറാണോ വേണ്ടത് അത്രയും ലെയർ നമുക്കിത് ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം. കറി ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. കറി നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ ടൈമിൽ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ കടുക് ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് അതിൽ നിന്ന് സെറ്റാക്കിയിട്ട് അപ്പോഴേക്കും ഇതുള്ള റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് കംപ്ലീറ്റ് ആറിയതിന് ശേഷം മാത്രം ഡീമോൾഡ് എടുത്താൽ മതി. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതുള്ള റൊട്ടി ഇങ്ങനെ ഇതളായിട്ട് കിട്ടുള്ളൂ. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കയമരിക്ക് പകരമായിട്ട് പച്ചരിയൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മൾ പെർഫെക്റ്റ് ഇതള റൊട്ടി കിട്ടണമെങ്കിൽ കയമരി തന്നെ എടുക്കണേ. ഓരോരോ ഇതളും ഞാൻ ഇതേപോലെ അടർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയാൽ മാത്രം കേട്ടോ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇതളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഗീയും പിന്നെ ആക്കി കൊടുക്കണം ഓരോരോ ലെയറിലും. എന്നാൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതളായിട്ട് കിട്ടുള്ളൂ. ഞാൻ ആവിച്ചെമ്പിലാക്കിയത് കാണിച്ചത് 9 ലെയർ ഉണ്ട്. പിന്നെ പ്ലേറ്റിൽ ഒഴിച്ചത് കാണിച്ചത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 4 ലെയറായിട്ടാണ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്.
നല്ല സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ വരട്ടിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചിക്കൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പക്ഷേങ്കിൽ നമുക്കിവിടെ ഇഷ്ടം ഈ സ്പൈസി കറീൻ്റെ കൂടെയാണ്. കണ്ട ഇതുള്ള റൊട്ടി എത്ര നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.